CSS-ൽ രണ്ട് രീതിയിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നതും മറ്റേത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ നെസ്റ്റഡ് ആയിട്ട് 3 ഡെവലപ്മെന്റ് ഇട്ടിട്ടുണ്ട്. ഒന്ന് സെക്ഷൻ എ, അതിന്റെ ഉള്ളിൽ സെക്ഷൻ ബി, അതിന്റെ ഉള്ളിൽ സെക്ഷൻ സി. ഇനി നമുക്ക് സെക്ഷൻ എക്കകത്ത് ഫോണ്ട് സൈസ് ഒരു 25 പിക്സൽ കൊടുക്കാം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സെക്ഷൻ എക്ക് മാത്രമല്ല ബിക്കും സിക്കും എല്ലാത്തിനും ഫോണ്ട് സൈസ് കൂടി. ഇങ്ങനെ ഒരു എലമെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ചൈൽഡ് എലമെന്റിനും ആ പ്രോപ്പർട്ടി ബാധകമാവുന്നതിനെയാണ് ഇൻഹെറിറ്റഡ് CSS പ്രോപ്പർട്ടി എന്ന് പറയുക. നേരെ മറിച്ച് നമ്മൾ സെക്ഷൻ എക്ക് ഒരു ബോർഡർ കൊടുക്കാം, ഒരു ബോർഡർ വിഡ്ത്ത് കൊടുക്കാം, ഒരു 5 പിക്സൽ കൊടുക്കാം. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബോർഡർ എക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ, ബിക്കും സിക്കും അത് ബാധകമായിട്ടില്ല. സോ അത്തരം പ്രോപ്പർട്ടീസിനാണ് നോൺ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അതാത് പ്രോപ്പർട്ടിയുടെ CSS ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇൻഹെറിറ്റ് അല്ലാത്ത ഈ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. സെക്ഷൻ എനകത്തെ എല്ലാ എലമെന്റുകൾക്കും ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ബോർഡർ വിഡ്ത്ത് 5 പിക്സൽ എന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ബോർഡർ വിഡ്ത്ത് ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി വാല്യൂ ഇതിന്റെ പാരന്റ് എലമെന്റിൽ ഏതെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇൻഹെറിറ്റ് ചെയ്യുക. സോ അങ്ങനെ കൊടുത്താലും എല്ലാ എലമെന്റിനും ആ പ്രോപ്പർട്ടി ബാധകമാവും. നമുക്ക് ഈ ബോർഡർ വിഡ്ത്ത് എടുത്ത് കളയാം. ഇനി നമുക്ക് ഈ ഫോണ്ട് സൈസ് ബൈ ഡിഫോൾട്ട് ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആണ്. ഫോണ്ട് സൈസ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെക്ഷൻ എന്റെ ഉള്ളിലത്തെ എല്ലാ എലമെന്റിനും ഫോണ്ട് സൈസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇനീഷ്യൽ എന്ന് പറഞ്ഞു കൊടുത്താൽ CSSന്റെ ഡിഫോൾട്ട് വാല്യൂയിലോട്ട് അതിന്റെ എല്ലാ ചൈൽഡ് എലമെന്റും സെറ്റ് ആവും. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പാരന്റ് എലമെന്റിൽ മാത്രമേ അത് ബാധകമാവുള്ളൂ. ബാക്കി എല്ലാ എലമെന്റും ആ CSSന്റെ ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും എടുക്കുക. ഈ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രൗസറിനകത്ത് CSS പല ലെയറിലാണ് കിടക്കുന്നത്. CSSന്റെ ഡിഫോൾട്ട് സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്, പിന്നെ ബ്രൗസർ തരുന്ന യൂസർ ഏജന്റ് സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്. അതിന്റെ മുകളിലാണ് നമ്മൾ ഇന്ന് സ്റ്റൈൽസ് വരുന്നത്. സോ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് CSS സ്റ്റൈലിലോട്ടായിരിക്കും അവനത് റീസെറ്റ് ചെയ്യുക.